ബൾബോ യുറേത്രൽ ഗ്ലാൻഡിന്റെ രണ്ടാമത്തെ വേറൊരു ഫംഗ്ഷൻ എന്താണ്? ബൾബോ യുറേത്രൽ ഗ്ലാൻഡിന് ഉള്ള രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു യുറേത്ര. യുറേത്ര ഇസ് എ കോമൺ പാസേജ്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, യുറിനോ ജനൈറ്റൽ സിസ്റ്റം. യൂറിനറി സിസ്റ്റവും ജനൈറ്റൽ സിസ്റ്റവും മെയിലിലായാലും ഫീമെയിലായാലും ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്. അത് ഒന്നിച്ചാണ് കോമൺ ആയ ഭാഗങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് മനുഷ്യനിൽ മാത്രമല്ല പല ജീവികളിലും ഉണ്ട്. അത് മെയിലുണ്ട് ഫീമെയിലുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് മെയിൽ യുറേത്ര. യുറേത്രയിലൂടെയാണ് യൂറിൻ വരുന്നത്, അതേ സ്ഥലത്തൂടെയാണ് സെമൻ പാസ് ചെയ്യുന്നത്. അപ്പം യൂറിനോ ജനൈറ്റൽ, അപ്പോൾ ഡക്റ്റ് ആണത്. യൂറിനോ ജനൈറ്റൽ ഡക്റ്റ്, ആ ഏരിയയാണ് നമ്മൾ പറഞ്ഞ യുറേത്ര എന്ന് പറയുന്നത്. ആ യുറേത്രയിലൂടെ യൂറിൻ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പൊ ചിലപ്പോൾ എന്താവും എന്നറിയോ, യൂറിന്റെ ചെറിയ ഡ്രോപ്ലെറ്റ് ഓഫ് യൂറിൻ ചിലപ്പോൾ എന്തായിരിക്കും അവിടെ തങ്ങി നിൽക്കുന്നുണ്ടാവാം. നമ്മൾ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിന്റെ ചെറിയ ഡ്രോപ്ലെറ്റ് ചിലപ്പം ഈ യുറേത്രയിൽ ഉണ്ടാവാം. പിന്നീടാണ് അതിലൂടെ എന്ത് കടന്നു വരുന്നത്? സ്പേം. നിങ്ങൾക്കറിയാമല്ലോ, യൂറിന്റെ pH വാല്യൂ <7 ആണല്ലോ. അപ്പൊ അത് സ്ലൈറ്റ്ലി അസിഡിക് അല്ലേ? ഈ സ്പേം അതിലൂടെ കടന്നു വരുമ്പോൾ ആ സ്ലൈറ്റ് അസിഡിക് നാച്ചുറൽ ഈ സ്പേം നശിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡിന്റെ ഒരു സെക്രീഷൻ ഉണ്ടാവും. ആ സെക്രീഷൻ ആദ്യം നമ്മൾ ഈ മന്ത്രിമാരെ കടന്നു വിടാൻ മുന്നിൽ പോകുന്ന പോലീസുകാരനെ പോലെയാണ് ഈ ഫ്ലൂയിഡ്. ഈ ബൾബോ യുറേത്രൽ ഗ്ലാൻഡിന്റെ ഈ സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യം ഈ യുറേത്ര കൂടെ കടന്നു പോകും. സെമൻ വരുന്നതിന് മുമ്പേ ആ യുറേത്രയിൽ കൂടെ കടന്നുപോയി അവിടെ ഉണ്ടായിരുന്ന എല്ലാ എന്തിനേയും ഇറ്റ് വിൽ ന്യൂട്രലൈസ് ദ യൂറിൻ, ഡ്രോപ്ലെറ്റ് ഓഫ് യൂറിൻ ഈഫ് പ്രസന്റ്. അവിടെ യൂറിൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് ആരങ്ങ് കടന്നു പോകും. ബിക്കോസ് ഇറ്റ്സ് എൻ ആൽക്കലൈൻ. അപ്പോൾ ഉള്ള അസിഡിറ്റി ഒക്കെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ അവിടെ റൂട്ട് ക്ലിയറായി പോകുന്ന വഴിക്ക് യാതൊരു തരത്തിലുള്ള എന്തും ഉണ്ടാവില്ല, യാതൊരു തരത്തിലുള്ള യൂറിനും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊട്ട് പിന്നിൽ ആര് വരും? സ്പേം വരും. അപ്പൊ എന്തായിരിക്കണം? ഇൻസെമിനേഷൻ അല്ലെങ്കിൽ ഇജാക്കുലേഷൻ നടന്നതിന് ശേഷം ഈ ഫ്ലൂയിഡ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ സെമൻ പുറത്തു വരുന്ന പ്രോസസ്സിനെയാണ് ഇജാക്കുലേഷൻ എന്ന് പറയുക. അത് വന്നതിന് ശേഷം ഈ ഫ്ലൂയിഡ് ഇതിലൂടെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? മന്ത്രി കുറെ കഷ്ടപ്പെട്ട് പോയതിനു ശേഷം പോലീസുകാരൻ ബാക്കിൽ വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഇവിടെ. എന്ത് ചെയ്യണം? എപ്പോഴാണോ പുരുഷനൊരു സെക്ഷൽ ഫീലിംഗ് ഉണ്ടാവുന്നത്, എപ്പോഴാണോ നമുക്കൊരു, അതായത് മെയിലിന് ഒരു സെക്ഷൽ ഫീലിംഗ് ഉണ്ടാവുന്നത്, ആ സമയത്താണ് ഈ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുക. എപ്പം? ഇൻസെമിനേഷൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാ. എപ്പോഴാണോ ഒരു സെക്ഷൽ ഫീലിംഗ് ഉണ്ടാവുന്നത് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സമയത്താണ് ഈ ഫ്ലൂയിഡ് വരിക. അത് ആദ്യം വരും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തുണ്ടാവുള്ളൂ? സ്പേം വരണോ തീരുമാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ജോലിയുടെ ഇതിനുണ്ട്. അതായത് ഇറ്റ് ക്ലിയർ ന്യൂട്രലൈസ് ദ യുറേത്ര ന്യൂട്രലൈസ് ചെയ്യും, എന്നിട്ട് സ്പേമിനെ രക്ഷപ്പെടുത്തും. ഒന്ന്. രണ്ടാമത്തത് ഇറ്റ് ആക്ട് ആസ് എ ലൂബ്രിക്കേറ്റ്. ഈ ഫ്ലൂയിഡ് ഒരു ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ആണ്. അപ്പൊ സെക്ഷൽ കോണ്ടാക്ട് സമയത്ത് പെനിസിന് വെജൈനിലേക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റും ഈ സംഭവം ചെയ്യും. ഇത് ആക്ട് ആസ് എ ലൂബ്രിക്കന്റ്. ഇത്രയും ഫംഗ്ഷൻ ആണ്. അപ്പൊ കാര്യമായിട്ട് ഫംഗ്ഷൻ ഉള്ള ഒരാളാണ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. പക്ഷെ നമ്മളത് ഈ കാര്യത്തിൽ ഇതിന്റെ ജോലി വളരെ കുറവാണ്. ഏതില്? സെക്രീഷൻ ഓഫ് ദ സെമിനൽ ഫ്ലൂയിഡ് വളരെ കുറവാണെങ്കിലും കാര്യമായ മറ്റൊരു ജോലിയുള്ള ആളാണ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഇതിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കുക, ഞാൻ പ്യൂർലി എൻട്രൻസിന് വേണ്ടി പറയുന്നതാണ്. അതായത് സെമിനൽ വെസിക്കിൾ പെയർഡാണ്. സെമിനൽ വെസിക്കിൾ 2 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അൺപെയർഡ് ആണ്. ബൾബോ യുറേത്രൽ ഗ്ലാൻഡും പെയർഡ് ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് എൻട്രൻസ് ഒക്കെ ചോദിക്കാറുണ്ട്, വിച്ച് ഈസ് ദ അൺപെയർഡ് മെയിൽ ഗ്ലാൻഡ് എന്ന്. അൺപെയർഡ് മെയിൽ ഗ്ലാൻഡ് ഏതാണ്? മെയിൽ ഗ്ലാൻഡ് അൺപെയർഡ് ആയത്, അതായത് 2 എണ്ണം, അത് ഒറ്റ ആയിട്ടുള്ളത് ആര് മാത്രമാണ്? അത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. എന്നാൽ അതേ സമയത്ത് സെമിനൽ വെസിക്കിളും 2 എണ്ണം ഉണ്ടാവും, ബൾബോ യുറേത്രൽ ഗ്ലാൻഡും 2 എണ്ണം ഉണ്ടാവും. ഏകദേശം അതിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അത് നമ്മുടെ യൂറിനറി ബ്ലാഡർ ഇല്ലേ, യൂറിനറി ബ്ലാഡർ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കും നമ്മുടെ സെമിനൽ വെസിക്കിൾ. യൂറിനറി ബ്ലാഡറിന്റെ സൈഡ് പോലെ ആയിട്ടിരിക്കും, 2 എണ്ണം ഉണ്ടാവും. പിന്നെ ഇവിടെ പുഷ് ചെയ്ത ഒരു വലിയൊരു സാധനമാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അതും കഴിഞ്ഞിട്ട് അതിന്റെ താഴെ അത് ഒന്നേ ഉള്ളൂ, കണ്ടില്ലേ? ഇത് സെമിനൽ വെസിക്കിൾ 2 എണ്ണം ഉണ്ട്, ഇത് ഒന്നേ ഉള്ളൂ പ്രോസ്റ്റേറ്റ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ കാണുന്ന ഇത് പെനിസ് ആണെങ്കിൽ അതിന്റെ താഴെ കാണുന്ന 2 ചെറിയ സ്മോൾ ഗ്ലാൻഡ്സ് ആണ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. കണ്ടില്ലേ? സെമിനൽ വെസിക്കിള് 2 എണ്ണം ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് 1,
ബൾബോ യുറേത്ര ഗ്ലാൻഡ് 2 എണ്ണം. അതാണ് ദീസ് ആർ പെയ്ഡ് ഇസ് അൺപെയ്ഡ്. ഈ ബെനൈൻ പ്രോസ്ട്രേറ്റ് ഹൈപ്പർട്രോഫി എന്ന രോഗം പല പുരുഷന്മാർക്കും ഒരു 60 വയസ്സിന് ശേഷം വരാറുണ്ട്. ബെനൈൻ, മാലിഗ്നന്റ് അല്ല കേട്ടോ. മാലിഗ്നന്റ് എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്ക് വരുന്ന ക്യാൻസർ. അത് വേറെ വശം. പക്ഷേ ബെനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി, ഹൈപ്പർ എന്ന വലുതാവുക. അപ്പൊ സാധാരണ പുരുഷന്മാരിൽ ഒരു 60 വയസ്സിനൊക്കെ ശേഷം കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗമാണിത്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ക്യാൻസർ കൊണ്ടല്ലാത്ത ചില കാരണങ്ങളാൽ ഹൈപ്പർട്രോഫി, വലുതാവും, എൻലാർജ്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മളെ യൂറിനറി ബ്ലാഡറിനെ പുഷ് ചെയ്യും. ഉള്ള സ്ഥലത്ത് നിന്ന് വലുതാകുമ്പോൾ യൂറിനറി ബ്ലാഡർ പുഷ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മൂത്രം ഒഴിക്കാൻ വിചാരിക്കുമ്പോൾ ഒഴിക്കില്ല, അല്ലാത്തവ തനിയെ ഒഴിച്ചു, ഒരു കൺട്രോൾ ഇല്ലാതെ മൂത്രം ഒഴിച്ചു പോകുന്ന ഒരു അവസ്ഥ വരും. ഇത് സ്ഥിരമായിട്ട് ഒരു 60 വയസ്സ് 65 വയസ്സിന് ശേഷം പുരുഷന്മാർക്ക് കാണാറുണ്ട്. ഓക്കെ, ബെനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയും. അപ്പം യൂറിനറി ബ്ലാഡറിന് വളരെ അടുത്താണ് ഇത് ഇരിക്കുന്നത്, ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇതാണ് ഗ്ലാൻഡുകളെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഗ്ലാൻഡുകളും കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റിസ്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ അസസറി ഗ്ലാൻസ് പറഞ്ഞു നമ്മൾ 4 എണ്ണം. അസോസിയേറ്റഡ് ഗ്ലാൻസ് പറഞ്ഞു 3 എണ്ണം. ഇവർ 3ഉം കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ പേരാണ് സെമിനൽ ഫ്ലൂയിഡ്. അതിൽ എന്തൊക്കെയുണ്ട്? ഫ്രക്ടോസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, എൻസൈംസ് ഉണ്ട്, പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ട്, ഇനോസിറ്റോൾ ഉണ്ട്, കുറെ സാധനങ്ങളുള്ള സാധനമാണ് ഈ സെമിനൽ ഫ്ലൂയിഡ്. അതിൻ്റെ കൂടെ സ്പേമും കൂടെ കൂടിച്ചേരുമ്പോൾ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് സെമൻ എന്ന് പറയുന്നത്. അപ്പൊ അതും പറഞ്ഞു. ഇനിയിപ്പം മെയിൽ എന്താ നമ്മൾ പഠിക്കാനുള്ളത്? Now the male reproductive system consists of external genitalia. What is the external genitalia? What is external genitalia? The external genitalia is found in the external. പുറത്ത് നമ്മൾ എന്താ കാണുക, അതിനെയാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. ആ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്താണ്? മെയിലിൽ വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് പെനിസ്. പെനിസ് ഈസ് ദ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത് എന്താണ് ഇതിന്റെ ജോലി എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോലിയെ പെനിസിനുള്ളൂ. ഓൺലി ഇൻസെമിനേഷൻ. ഇത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നേ പറയാൻ പറ്റൂ. കാരണം ഇതില്ലെങ്കിലും റീപ്രൊഡക്ഷൻ നടക്കും. നിങ്ങൾ സ്പേമിനെ ഇപ്പോൾ സാധാരണ പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഏതൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ആള് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്പേം എടുത്തിട്ട് ഒരു ഭാര്യയ്ക്ക് ഇൻസെമിനേറ്റ് ചെയ്തിട്ട് കുട്ടി ഉണ്ടാവുന്ന കേസ്. അപ്പൊ അതെന്താ കാര്യം? അപ്പൊ അങ്ങനെ ആകുമ്പോൾ പെനിസിന്റെ അവിടെ ആവശ്യമില്ല. സ്പേമിനെ ചെറിയൊരു സർജറി മുഖേന സ്പേമിനെ ടെസ്റ്റിസ് നിന്ന് എടുക്കും. എന്നിട്ട് ഇൻസെമിനേറ്റ് ചെയ്താലും സ്പേം എങ്ങനെ വന്നു എന്നുള്ളതൊന്നുമില്ലല്ലോ. ഫീമെയിൽ ട്രാക്റ്റില് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് സ്പേം എങ്ങനെ എത്തിയാലും എന്തുണ്ടാവും? ഫെർട്ടിലൈസേഷൻ നടക്കും. അല്ലാതെ ഇത് ഇൻസെമിനേറ്റ് ചെയ്താലേ പറ്റുന്നൊന്നുമില്ല. പക്ഷെ അപ്പൊ ഈ പറഞ്ഞ പെനിസ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ജെനിറ്റാലിയക്ക് ഒരൊറ്റ ജോലിയേ ഉള്ളൂ. അതായത് ഫീമെയിൽ ബോഡിയിൽ സെമനെ എത്തിക്കുക. അല്ലാതെ ആവാഹിച്ചു വെക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് സെമനെ എവിടെ എത്തിക്കുക? ഫീമെയിൽ ബോഡിയിൽ എത്തിക്കുക എന്നുള്ളൊരു ജോലി മാത്രമാണ് ആർക്കുള്ളത്? പെനിസിനുള്ളത്. ദിസ് ഈസ് ദ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഓക്കെ, പെനിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇറക്ടൈൽ മസിൽസ്. ഇറക്ടൈൽ മസിൽസ് കൊണ്ടാണ്. എന്താണ് ഇറക്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് റിജിഡായി നിൽക്കുക. നമ്മൾ മസിൽസ് ഇല്ലേ, മസിൽസ് ലൂസായി നിൽക്കും, നമ്മൾ റിജിഡായി നിൽക്കും. അതുപോലെ ഈ ഇറക്ഷൻ എന്ന് പറയുന്നത് റിജിഡിറ്റിയാണ്, ഫേം ആയിട്ടുണ്ടാകും പെനിസ്. അത് ആ ഒരു സമയത്ത് മാത്രമാണ് ഫീമെയിൽ ബോഡിയിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറക്ഷൻ ഇല്ല എങ്കിൽ ഫീമെയിൽ ബോഡിയിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇറക്ഷൻ ഈസ് എസെൻഷ്യൽ. അപ്പൊ ഇറക്ഷൻ എപ്പോഴാണോ മെയിലിനൊരു സെക്ഷൽ ഫീലിംഗ് വരുന്നത് ആ സമയത്ത് അതുവരെ റിജിഡ് അല്ലാത്ത ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മസിൽസ് റിജിഡായി നിൽക്കും. ആ റിജിഡായി നിൽക്കുമ്പോഴാണ് ഈ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഫീമെയിൽ ബോഡിയിലേക്ക് ഈ സെമനെ എത്തിക്കാൻ പറ്റുന്നത്. അതാണ് പെനിസിന്റെ ജോലി. ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ഇറക്ടൈൽ മസിൽസ്. ഇറക്ടൈൽ മസിൽസ് ഇനി നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് ഇറക്ടൈൽ മസിൽ ആണ്, മനസ്സിലായി. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കുന്നത് ഇതിന് എല്ലാ ഭാഗവും ഒരുപോലെയല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ പെനിസ് ദർ ഇസ് എ ബൾജ്ഡ് പോർഷൻ. ആ ബൾജ്ഡ് പോർഷനെയാണ് നമ്മൾ ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ബൾജ്ഡ് എൻഡിന് എന്ത് പറയും? ഗ്ലാൻസ് പെനിസ് എന്ന് പറയും നമ്മൾ. ബൾജ്ഡ് എൻഡ് ഓഫ് ദ പെനിസ് ഈസ് നോൺ ആസ് ഗ്ലാൻസ് പെനിസ്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ പെനിസിന്റെ എൻലാർജ്ഡ്, ബൾജ്ഡ്
എൻഡിനെ പറയുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ്. ഈ ഗ്ലാൻസ് പെനിസ് ആണ് ഒരു മെയിലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സെൻസിറ്റീവ് ആയിരിക്കുന്ന ഏരിയ. ദ മോസ്റ്റ് സെൻസിറ്റീവ് ഏരിയ ഓഫ് ദ മെയിൽ ബോഡി ഈസ് ദ ഗ്ലാൻസ് പെനിസ്. അപ്പോൾ ദ ബൾജ്ഡ് എൻഡ് ഓഫ് ദ പെനിസ് ഈസ് നോൺ ആസ് ഗ്ലാൻസ് പെനിസ്. ഇറ്റ് ഈസ് കവേർഡ് ബൈ എ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ. ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഗ്ലാൻസ് പെനിസിന്റെ മുകളിൽ അതിനെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കിൻ ഉണ്ട്. ആ സ്കിന്നിനെയാണ് നമ്മൾ ഫോർ സ്കിൻ എന്ന് പറയുന്നത്, ഓർ പ്രപ്യൂസ്. ഫോർ സ്കിൻ ഓർ പ്രപ്യൂസ് എന്ന് പറയും. അതായത് പെനിസ്, ഗ്ലാൻസ് പെനിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? എൻഡ് ഓഫ് ദ പെനിസിന് നമ്മൾ ഗ്ലാൻസ് പെനിസ് എന്ന് പറയും. അതാണ് ഏറ്റവും സെൻസിറ്റീവ് ആയിരിക്കുന്ന പോർഷൻ മെയിലിനകത്ത്. ഇതിന് ഈ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തിരിക്കുന്ന ലൂസായി നിൽക്കുന്ന ഒരു ഫോൾഡ് ഓഫ് സ്കിൻ, അത് ഓൺലി ദ ഗ്ലാൻസ് പെനിസ് ആണ് കേട്ടോ, മറ്റു ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തിരിക്കുന്ന ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിനെയാണ് നമ്മൾ ഫോർ സ്കിൻ അഥവാ പ്രപ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സാധാരണയായിട്ട് ചില റിലീജിയസ് ആയിട്ടുള്ള ചില ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ദിസ് ഫോർ സ്കിൻ ദാറ്റ്സ് എ പ്രപ്യൂസ് ഈസ് റിമൂവ്ഡ് ബൈ എ സർജറി കോൾഡ് സർക്കംസിഷൻ എന്ന് പറയുന്ന സർജറി വഴി ഫോർ സ്കിൻ നമ്മൾ റിമൂവ് ചെയ്യാറുണ്ട് ചില റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ പെനിസ്, ഗ്ലാൻസ് പെനിസ്, ഫോർ സ്കിൻ, പ്രപ്യൂസ്, ഇത് ഇത്രയുള്ളൂ ഇതിന് പഠിക്കാനുള്ളൂ. പെനിസ് ഈസ് ഗ്ലാൻസ് പെനിസ് ഈസ് എ മോസ്റ്റ് സെൻസിറ്റീവ് പോർഷൻ ഓഫ് ദ മെയിൽ എന്ന് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ പെനിസ് ഈസ് ദ ഓൺലി എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഇൻ മെയിൽ. ഇറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ഫോർ ഇൻസെമിനേഷൻ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇറക്ടൈൽ ടിഷ്യൂ. ഇറക്ടൈൽ ആയിരിക്കുന്ന, അതായത് റിജിഡായി മാറാൻ കഴിയുന്ന, കുറച്ച് കഴിയുമ്പോൾ അത് ഫ്ലെക്സിബിൾ ആവും, റിജിഡ് ആവും, ഫ്ലെക്സിബിൾ ആവും, റിജിഡ് ആവും, അങ്ങനെ ആവാൻ പറ്റുന്ന ഒരു തരം മസിൽസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ദിസ് ഈസ് അബൌട്ട് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത്രയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. Now we can study about the female reproductive system. Now male reproductive system is over. ഞാൻ ഒന്നും കൂടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് തരാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ടെസ്റ്റിസ് ഉണ്ട്, പെയർ ഓഫ് ടെസ്റ്റിസ്, പിന്നെ ഡക്ട് സിസ്റ്റം ഉണ്ട്, അതായത് അസസറി ഡക്ട്സ്, അസോസിയേറ്റഡ് ഗ്ലാൻസ് ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറഞ്ഞ പെനിസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ്? ടെസ്റ്റിസിന്റെ ഉള്ളിലെ ലോബുകളെ ടെസ്റ്റിക്കുലാർ ലോബ് എന്ന് പറയും. ഓരോ ടെസ്റ്റിക്കുലാർ ഒരു ഏകദേശം 250ഓളം ടെസ്റ്റിക്കുലാർ ലോബ് ഓരോ ടെസ്റ്റിസിലും ഉണ്ട്. ഓരോ ലോബിന്റെ ഉള്ളിലും 1 to 3 ചെറിയ ട്യൂബുകൾ കാണാം. അവയാണ് സെമിനിഫറസ് ട്യൂബുകൾ എന്ന് പറയുന്നത്. സെമിനിഫറസ് ട്യൂബുകളുടെ ഉള്ളിൽ 2 ടൈപ്പ് സെൽസ് ആണ്. Again I tell you 2 types of cells are present in seminiferous tubule. They are the spermatogonia, which changes into sperm, and the Sertoli cell. They are the nourishing cell. They provide nourishment. In between the seminiferous tubule there is a space called interstitial space, which is filled with interstitial cells. These cells are known as Leydig cell. Leydig cell jolly and it produces the hormone called male hormone called testosterone or androgen. Okay, then accessory ducts from inside to outside. Accessory ducts ഏതൊക്കെയാ? accessory ductകളാണ് റെറ്റഡ് ടെസ്റ്റിസ്, വാസ എഫ്രൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ക്രമത്തിലാണ് പറയുന്നത്. ടെസ്റ്റിസ് ടു ഔട്ട്സൈഡ്, റെറ്റഡ് ടെസ്റ്റിസ്, വാസ എഫ്രൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്. അതിൽ എപ്പിഡിഡിമിസിലാണ് എന്ത് ചെയ്യുന്നത്? തൽക്കാലത്തേക്ക് സ്പേം സ്റ്റോർ ചെയ്യുന്നതും മച്ചുർ ചെയ്യുന്നതും. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്ലാൻഡുകൾ? There are 3 glands. ആ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? സെമിനൽ വെസിക്കിൾ പെയർഡ് ആണ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അൺപെയർഡ് ആണ്, ബൾബോ യുറേത്ര ഗ്ലാൻഡ് സ്മോളസ്റ്റ് ഗ്ലാൻഡ് among the 3 ഇതും പെയർഡ് ആണ്. ഇവർ മൂന്നും കൂടെ കൂട്ടായ ഒരു ജോലി എന്താ? They produce a fluid, an alkaline fluid. പക്ഷേ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് മാത്രം, അത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ മാത്രം അസിഡിക് ആണ്, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് സിട്രിക് ആസിഡ്. പക്ഷേ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ 70% ആരുടെയാണ്?
സെമിനൽ വെസിക്കിളിന്റെ അല്ലേ, ആ കാരണത്താൽ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ അത് എന്തായി പോകുന്നതാണ്, ആൽക്കലൈനായി പോകുന്നതാണ്. ആ ഫ്ലൂയിഡിനെയാണ് സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ സ്പേം ചേരുമ്പോഴാണ് അത് സെമനായിട്ട് മാറുന്നത്. ഈ സെമിനൽ ഫ്ലൂയിഡിനകത്ത് എന്താ, നിങ്ങൾ ടെസ്റ്റ് ഞാൻ പറഞ്ഞു സെമിനൽ പ്ലാസ്മ ചിലപ്പം കാണും. അതിനകത്ത് ഉള്ളത് എന്തൊക്കെയാ, ഫ്രക്ടോസ് ഉണ്ട്, കാൽഷ്യം അയോൺസ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, ഇനോസിറ്റോൾ ഉണ്ട്, പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ട്, ഇത് കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഈ നിങ്ങളുടെ ടെസ്റ്റിൽ ഉണ്ടാവുക കാൽഷ്യം അയോൺ, എന്തൊക്കെ ഉണ്ടാവുക, ഫ്രക്ടോസ്, കാൽഷ്യം അയോൺ ആൻഡ് എൻസൈംസ് ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ട്. ഞാൻ ഇത് പറയാത്തൊരു കാര്യം, ഓക്കെ, അപ്പോൾ 70% കോൺട്രിബ്യൂഷൻ ഇതിന് തരുന്നത് സെമിനൽ വെസിക്കിളാണ്. പിന്നെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ തരുന്നത് പ്രോസ്റ്റേറ്റ് ആണ്. വളരെ കുറച്ച് കോൺട്രിബ്യൂഷൻ മാത്രമേ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ഈ കാര്യത്തിൽ തരുന്നുള്ളൂ. അപ്പോൾ ബൾബോ യുറേത്രൽ ഗ്ലാൻഡിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് വിൽ പ്രൊഡ്യൂസ് എ സെക്രീഷൻ. 1. It will lubricate the penis during sexual contact. രണ്ടാമത്തത്, ഇറ്റ് ന്യൂട്രലൈസ് ദ യൂറിൻ ഇൻ ദ യുറേത്ര ഇഫ് പ്രസന്റ്. യുറേത്രയ്ക്കകത്ത് യൂറിൻ ഉണ്ടെങ്കിൽ സ്പേം വരുന്നതിന് മുമ്പേ ഈ ഫ്ലൂയിഡ് കടന്നുപോയി എന്ത് ചെയ്യുന്നു, അതിനെ ന്യൂട്രലൈസ് ചെയ്യും. ദീസ് ആർ ദ 2 functions ഓഫ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് സെക്രീഷൻ. ഇനി ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യം, നേരത്തെ പറഞ്ഞു ഡക്ട് സിസ്റ്റത്തിലെ ഏറ്റവും അവസാനം എന്താ, ഡക്ട് സിസ്റ്റത്തിലെ ഏറ്റവും അവസാനമുള്ള ഭാഗം വാസ് ഡെഫറൻസ് ആണ്. ഈ വാസ് ഡെഫറൻസും സെമിനൽ വെസിക്കിൾ, ഈ ഗ്ലാൻഡ് എന്ന് വരുന്ന ഒരു ട്യൂബും കൂടെ കൂടിച്ചേരും. സപ്പോസ് ദിസ് ഈസ് ദ ടെസ്റ്റിസ് ആണ്, ഇതെന്ന് എന്ത് ചെയ്തു, ഇതിങ്ങനെ വന്നിട്ട് വാസ് ഡെഫറൻസ് ആയി. ഈ വാസ് ഡെഫറൻസ് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് വരുമ്പോൾ നമുക്ക് എന്ത് പറയാം, ആദ്യം റെക്ടർ ടെസ്റ്റിസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വാസ എഫറൻഷ്യ ഉണ്ട്, എപ്പിഡിഡിമിസ് ഉണ്ട്, അതും കഴിഞ്ഞിട്ടല്ലേ ഈ ആര് വരുന്നത്, വാസ് ഡെഫറൻസ്. ഡെക്റ്റിലെ ഏറ്റവും അവസാനത്താണ് വാസ് ഡെഫറൻസ്. ഈ വാസ് ഡെഫറൻസ് വന്നിട്ട് നമ്മുടെ സെമിനൽ വെസിക്കിളും എന്നുള്ള കാര്യങ്ങളില്ലേ, ഗ്ലാൻഡ് എന്ന് വരുന്ന ഒരു ട്യൂബുമായിട്ട് കണക്ട് ചെയ്യും. സപ്പോസ് ദിസ് ഈസ് ദ സെമിനൽ വെസിക്കിൾ ആൻഡ് ദിസ് ഈസ് എ ഗ്ലാൻഡ് ഫ്രം, ദിസ് ഈസ് ദ വാസ് ഡെഫറൻസ്. വാസ് ഡെഫറൻസ്, ദിസ് ഈസ് ദ സെമിനൽ വെസിക്കിൾ, ദിസ് ഈസ് ദ ഡക്ട് ഫ്രം സെമിനൽ വെസിക്കിൾ. അപ്പൊ ഇവിടുന്ന് വരുന്ന എന്താ, ഇവിടുന്ന് വരുന്നത് സ്പേം ആണ്, ഇവിടുന്ന് വരുന്നത് സെമിനൽ ഫ്ലൂയിഡ് ആണ്. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്, സെമനായിട്ട് മാറുന്നത്. ഈ രണ്ടും കൂടെ, അതായത് വാസ് ഡെഫറൻസും ഡക്ട് ഫ്രം ദ സെമിനൽ വെസിക്കിൾ ഓർ ദ ഗ്ലാൻഡ് കമ്പൈൻഡ് ടുഗദർ വി വിൽ ഗെറ്റ് എ ഡക്ട്. ആ ഡക്റ്റിനെ പറയുന്ന പേരാണ് ഇജാക്കുലേറ്ററി ഡക്ട്. ഇജാക്കുലേറ്ററി ഡക്ട്. ഇത് എങ്ങോട്ടാ ഓപ്പൺ ചെയ്യുന്നത്, ഈസ് ഓപ്പണിംഗ് ടു ദ യുറേത്ര ത്രൂ യുറേത്ര, യുറേത്രൽ മീറ്റസ്. യുറേത്രൽ മീറ്റസ് എന്ന് പറഞ്ഞാൽ പെനിസിന്റെ ഏറ്റവും എൻഡ് കാണുന്ന ഒരു ഓപ്പണിങ്ങിനെയാണ്, എൻഡ് ഓഫ് ദ പെനിസിൽ കാണുന്ന ഓപ്പണിങ്ങിനെയാണ് യുറേത്രൽ മീറ്റസ് എന്ന് പറയുന്നത്. ആ യുറേത്രൽ മീറ്റസിലാണ് ഇത് തുറക്കുന്നത്. ഈ ട്യൂബിനെ പറയുന്ന പേരാണ് ഇജാക്കുലേറ്ററി ഡക്ട്. അപ്പൊ ഇജാക്കുലേറ്ററി ഡക്ട് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്, ഇജാക്കുലേറ്ററി ഡക്ട് ഈസ് ഫോംഡ് ബൈ ദ യൂണിയൻ ഓഫ് വാസ് ഡെഫറൻസ് ആൻഡ് എ ഡക്ട് ഫ്രം ദ ഗ്ലാൻഡ്. സെമിനൽ വെസിക്കിൾ അതുപോലുള്ള അസോസിയേറ്റഡ് ഗ്ലാൻഡ്സിലെ അതിൽ വരുന്ന ആ ഒരു ഡക്ട്, ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഒരു ഡക്റ്റും വാസ് ഡെഫറൻസും കൂടെ കൂടിച്ചേർന്നിട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരു ഡക്റ്റിന്റെ പേരാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഇജാക്കുലേറ്ററി ഡക്റ്റ് എങ്ങോട്ടാണ് തുറക്കുന്നത്, യുറേത്ര വഴി യുറേത്രൽ മീറ്റസ്. യുറേത്രൽ മീറ്റസ് എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് ഓർ ദ എൻഡ് ഓപ്പണിംഗ് ഓഫ് ദ പെനിസിനെയാണ് നമ്മൾ യുറേത്രൽ മീറ്റസ് എന്ന് പറയുക. അവിടത്തേക്ക് സെമനായിട്ട് പുറത്തിട്ട് വരും. അപ്പൊ ഇവിടെ വരെ ഉള്ളത് സ്പേം ആണ്, ഇത് സെമിനൽ ഫ്ലൂയിഡ് ആണ്. രണ്ടും കൂടെ കൂടിച്ചേർന്ന് ഇജാക്കുലേറ്ററി ഡക്റ്റിന് അങ്ങോട്ടാണ് അത് സെമൻ എന്ന് നമ്മൾ പറയുക. ദീസ് ആർ അബൌട്ട് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഞാനോട് വിട്ടുപോയത് നേരത്തെ പറയാൻ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പഠിച്ചത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ, പെനിസ് ആണ്. പെനിസിന് എത്ര ഭാഗങ്ങളുണ്ട്, എൻഡിൽ കാണുന്ന ഭാഗത്തെ പെനിസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇറക്ടൈൽ ടിഷ്യൂ കൊണ്ടാണ്. പെനിസിന്റെ എൻഡിൽ കാണുന്ന ബൾജ്ഡ് പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ്. അത് മോസ്റ്റ് സെൻസിറ്റീവ് പോർഷൻ ഓഫ് ദ മെയിൽ ആണ്. ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തുകൊണ്ട് പ്രൊപ്യൂസ് അഥവാ ഫോർ സ്കിൻ എന്ന് പറയുന്ന ഒരു ലൂസ് ഫോൾഡ് ഓഫ് മൂവബിൾ ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്. ഇനി നമുക്ക് എന്ത് പറയാം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്. ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്. The female reproductive system consists of the primary sex organ. എന്താണത്, ovary. So first one, a pair of ovary, pair of, ഇവിടെ നമുക്ക് എഴുതാം ഫീമെയിൽ.
reproductive. Female reproductive system. First one, pair of ovary. Second one, ducts. That means accessory ducts. Third one, associated glands. And next one is external genitalia. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം. Pair of ovary, they are the primary sex organ. Then associated ducts, associated glands and external genitalia. ഇത് കൂടാതെ ഒരു ഭാഗം കൂടെ ഫീമെയിലുണ്ട്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇറ്റ് ഈസ് ദ മമ്മറി ഗ്ലാൻഡ്സ്, നോട്ട് മെമ്മറി ഗ്ലാൻഡ്സ് നോൺ ആസ് ദ ബ്രസ്റ്റ്. ഇത്രയും ഭാഗങ്ങളുണ്ട് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ. അപ്പോൾ ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഓവറി, accessory ducts, associated glands, external genitalia and mammary glands or the breast. These are the different part of the female reproductive system. Now we can study each one in detail. Ovary, നമ്മൾ നേരത്തെ ടെസ്റ്റിസിനെ കൊണ്ട് പറഞ്ഞ പോലെ എംബ്രിയോണിക് സ്റ്റേജിൽ ഓവറി എവിടെയാ കാണുന്നത്? എംബ്രിയോണിക് സ്റ്റേജിൽ ഓവറി എന്ന് പറയുന്നത് അബ്ഡോമിനൽ ഓവറിയാണ്. എന്നാൽ ജനിച്ചു കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല. മെയിലാണെങ്കിൽ ജനിക്കുമ്പോഴത്തേക്ക് അത് പുറത്തേക്ക് സ്ക്രോട്ടത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. എന്നാൽ അതേ സമയത്ത് ഫീമെയിലില് ഓവറി ഓൾവേസ് സിറ്റുവേറ്റഡ് ആസ് അബ്ഡോമിനൽ ഓവറി. അത് അബ്ഡോമിനൽ തന്നെ, അബ്ഡോമിനൽ റീജിയനില് ഈ ശരിക്കും നമ്മൾ അബ്ഡോമിനൽ റീജിയൻ രണ്ട് സൈഡിലായിട്ടാണ് ഓവറി കാണുന്നത്. എ പെയർ ഓഫ് ഓവറി. ഓവറിയുടെ ജോലി എന്താ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു. ഓവറി ഈസ് എ പ്രൈമറി സെക്സ് ഓർഗാൻ. അപ്പോൾ ഓവറിയുടെ ജോലി എന്തായിരിക്കും? പ്രൈമറി സെക്സ് ഓർഗാൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് രണ്ട് ജോലികളാണ്. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ ഗാമറ്റ്. ഏതാണ് ഇവിടുത്തെ ഗാമറ്റ്? ദ ഫീമെയിൽ ഗാമറ്റ് ഈസ് നോൺ ആസ് ദ ഓവം. അപ്പൊ പ്രൊഡക്ഷൻ ഓഫ് ഓവം ആണ് ഒന്ന്. രണ്ടാമത്തത് എന്താണ്? It will produce the female hormone like estrogen and progesterone. Estrogen, progesterone എന്ന് പറയുന്ന ഫീമെയിൽ ഹോർമോണിനെയും ഓവം എന്ന് പറയുന്ന ഫീമെയിൽ ഗാമറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോലിയാണ് ഓവറിക്കുള്ളത്. ഓവറി ഈസ് അബ്ഡോമിനൽ ഓവറി. നമുക്ക് ഓവറി എടുത്തിട്ട് ക്രോസ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്ത് കാണാം? ഒരു ഒവേറിയൻ സ്ട്രോമ കാണാം. ഈ ഒവേറിയൻ സ്ട്രോമയെ നമ്മൾ രണ്ട് റീജിയൻ ആയിട്ട് മാറ്റുകയാണ്. an outer region called cortex and inner region called medulla. outer region called cortex and inner, ഇത് നമ്മൾ പല സ്ഥലത്തും കേട്ടൊരു വാക്കാണത്. അതായത് നിങ്ങൾക്കറിയാം ബ്രെയിനകത്ത് സെറിബ്രൽ കോർട്ടെക്സ്, സെറിബ്രൽ മെഡുല്ല. അഡ്രിനൽ ഗ്ലാൻഡിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അഡ്രിനൽ കോർട്ടെക്സ്, അഡ്രിനൽ മെഡുല്ല. കിഡ്നിക്കകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താണ്? റീനൽ കോർട്ടെക്സ്, റീനൽ മെഡുല്ല. ഇതുപോലെ ഓവറിക്കകത്ത് നമ്മൾ കേൾക്കുന്നു. ഓവറിക്കകത്ത് ഇതുപോലെ എന്താ പറയുക? ഒവേറിയൻ സ്ട്രോമയുടെ പുറം ഭാഗത്തെ നമ്മൾ ഒവേറിയൻ കോർട്ടെക്സ് എന്നും ഉള്ളിലത്തെ ഭാഗത്തെ ഒവേറിയൻ മെഡുല എന്നും പറയും. അപ്പൊ ഈ റീജിയൻ രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട്. നമ്മുടെ ഓവറിക്കുള്ളിൽ ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാം, ചെറിയ ചെറിയ ബബിൾ ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതിനെയാണ് നമ്മൾ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പ്രൈമറി ഫോളിക്കിൾ പിന്നീട് ഒരിക്കലും സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല. സ്ത്രീയുടെ എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമാണ് ഈ പറഞ്ഞ പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവുന്നത്. പിന്നീട് ജനിച്ചു കഴിയുമ്പോൾ ഉള്ള പ്രൈമറി ഫോളിക്കിളിൽ നിന്ന് അത് ഓവമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നോ മോർ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെർമാറ്റോഗോണിയ എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? മെയിൽ അതിൽ നിന്നാണ് സ്പേം ഉണ്ടാവുന്നത് പറയുന്നത് പോലെ തന്നെ ഫീമെയിൽ ഉണ്ടാവുന്ന ആ തുടക്കത്തിൽ ഉണ്ടാവുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഊഗോണിയ എന്ന് പറയുക. സ്പെർമാറ്റോ എന്നുള്ള പകരം ഊന്ന് കൊടുത്താൽ മതി, ഓ. അപ്പോൾ സ്പെർമാറ്റോഗോണിയാണ് മെയിൽ ഉണ്ടാവുന്നതെങ്കിൽ ഫീമെയിൽ ഉണ്ടാവുന്നത് ഊഗോണിയാണ് തുടക്കത്തിൽ ഉണ്ടാവുന്നത്. ഈ ഊഗോണിയയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? പിന്നീട് സ്പെർമാറ്റോഗോണിയ എന്തായി മാറുന്നു?
സ്പേമായി മാറുന്നു. ഊഗോണിയ ഓവമായിട്ട് മാറുന്നു. ഈ ഊഗോണിയ എന്ന സാധനത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ഓവം ഉണ്ടാവുന്നത്. ഈ ഊഗോണിയ, നോ മോർ ഊഗോണിയ ഈസ് ഫോംഡ് ആഫ്റ്റർ ബർത്ത്. എന്തൊക്കെ ഊഗോണിയ ഉണ്ടാവണോ അത് മുഴുവൻ ഫീമെയിൽ ഓവറിക്കകത്ത് എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഒരു പുതിയ ജനിച്ചു കഴിയുമ്പോൾ ഒരൊറ്റ ഊഗോണിയ പോലും ഉണ്ടാവില്ല. ഉള്ളതിനകത്തുനിന്ന് മാറിക്കൊണ്ടിരിക്കുകയേ ചെയ്യുള്ളൂ. ഓക്കെ, ഇത് ശരിക്കും നിങ്ങൾ രസകരമായ കാര്യമാണ്. നമ്മൾ കേട്ടില്ലേ, ലക്ഷപ്രഭുവായി ജനിച്ച് പാപ്പരായി പോവാന്ന് പറയുന്ന പോലത്തെ ഒരു കണ്ടീഷനാണ് സ്ത്രീകളിൽ. എന്താണെന്ന് വെച്ചാൽ ജനിക്കുന്ന സമയത്ത് 1-2 മില്യൺ ഓരോ ഓവറിക്കകത്തും 1 മില്യണെങ്കിലും എന്തായിട്ടുണ്ടാവും. മില്യൺ എന്ന് എത്രയാ? 10 ലക്ഷം. ഓരോ ഓവറിക്കകത്തും ഏകദേശം ഒരു 10 ലക്ഷത്തോളം ഊഗോണിയ ഉണ്ടാവും. ജനിക്കുന്നതിന് മുമ്പേ ഓരോ ഓവറിക്കകത്തും ഒരു 1 മില്യണോളം എന്തുണ്ടാവും? ഊഗോണിയ ഉണ്ടാവും. എന്നാൽ ജനിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു മെനാർക്ക് എന്ന് പറയുന്ന ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആണ് മെനാർക്ക് എന്ന് പറയുക. അതൊക്കെ നമ്മൾ പഠിക്കും. ഈ മെനാർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ക്ലൈമറ്റിക് കണ്ടീഷനിൽ ഒരു 10 വയസ്സിനും 13 വയസ്സിനും ഇടയിലാണ് ഉണ്ടാവുക. ഒരു ആവറേജ് 13 വയസ്സ്. ഈ ഇത്രയും കാലം ഒരു 10-12 വർഷത്തോളം ഒരു 10-13 വർഷത്തോളം ഈ ഊഗോണിയ കുറഞ്ഞ് ഏകദേശം 1 ലക്ഷത്തിനടുത്ത് വരും. നേരത്തെ നമ്മൾ പറഞ്ഞ എത്രയാ? നേരത്തെ പറഞ്ഞിരിക്കുന്നത് 1 മില്യൺ ആണ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ് ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടാവുന്നത്. അത് കുറഞ്ഞ് 60,000 to 80,000. ഞാൻ സൗകര്യത്തിന് വേണ്ടി നിങ്ങളോട് 1 ലക്ഷം എന്ന് പറയാണ്. 60,000 മുതൽ 80,000 വരെയായിട്ട് അത് കുറയും ഈ 12 വർഷത്തിനുള്ളിൽ. പിന്നീട് ഈ മെനാർക്ക് മുതൽ അങ്ങോട്ടാണ് ഓവം ഉണ്ടാവുക, ഓവുലേഷൻ നടക്കുക. ഓവുലേഷൻ, മെൻസ്ട്രേഷന് ശേഷമുള്ള ഓവുലേഷൻ നടക്കുന്നത്, ഓവം ഉണ്ടാവുന്നത്. ആ ഉണ്ടാവുന്ന ഓവത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ മാക്സിമം നോക്കിയാൽ ഒരു 500 എണ്ണേ ഉണ്ടാവുള്ളൂ. മാക്സിമം ഒരു സ്ത്രീയുടെ ജീവിതകാലം മുഴുവൻ. അതായത് മെനാർക്ക് ആൻഡ് മെനോപോസ് എന്ന് പറയും നമ്മൾ. ഫസ്റ്റ് മെൻസ്ട്രേഷൻ മെനാർക്ക് എന്ന് പറയും, ലാസ്റ്റ് അല്ല, സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നതിനെ നമ്മൾ മെനോപോസ് എന്ന് പറയും. ഈ 2 എണ്ണത്തിനും കൂടെ ഇടയ്ക്ക് അത് ഏകദേശം എത്ര കാലം ഉണ്ടാവും? മാക്സിമം എടുക്കുകയാണെങ്കിൽ ഒരു 13 വയസ്സിന്റെ 50 വയസ്സിന്റെ ഇടയ്ക്കുള്ള ഈ കാലഘട്ടത്തിൽ ആകെ ഒരു സ്ത്രീയിൽ ഉണ്ടാവുന്ന ഫങ്ഷണൽ ഓവം എന്ന് പറയുന്നത് വെറും 500 എണ്ണത്തിൽ താഴെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 10 ലക്ഷത്തിലുണ്ടായി, 10 ലക്ഷത്തില് അല്ലെങ്കിൽ 10-20 ലക്ഷത്തിലുണ്ടായി, അത് വന്ന് 500 എണ്ണായിട്ട് മാറുക. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ ലക്ഷപ്രഭുവായി ജനിച്ച് പാപ്പരായി പോവാന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു അവസ്ഥയാ. ഊഗോണിയ എന്ന സാധനം ഒരിക്കലും ജനിച്ചതിന് ശേഷം ഉണ്ടാവില്ല, ഉള്ളത് നശിച്ചു പോവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഓവറി. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവറിയൻ. ഓവറിക്കുള്ളിൽ എന്തുണ്ട്? ഓവറിക്കുള്ളിൽ എന്താ ഉള്ളത്? ഊഗോണിയ. അതാണ് ഈ പ്രൈമറി ഫോളിക്കിൾസ്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ സെക്കൻഡറി ഫോളിക്കിൾ ആയിട്ട് മാറും. ഇപ്പം മെനാർക്കിന് ശേഷം നമ്മൾ ഫസ്റ്റ് മെൻസ്ട്രേഷന് ശേഷം ഈ പ്രൈമറി ഫോളിക്കിളിന്റെ മേലെ കുറച്ചുകൂടെ എന്തുണ്ടാവും? സെൽസ്, ഗ്രാനുലോസ സെൽസ് എന്ന് പറയും. ആ സെൽസ് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് സെക്കൻഡറി ആവും. സെക്കൻഡറി ടെർഷറി ആവും. ടെർഷറി ഒരു മെച്ചർ ഫോളിക്കിൾ ആയിട്ട് മാറും. ഈ മെച്ചർ ഫോളിക്കിളിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ച് ഞാൻ പഠിക്കാൻ പോകുന്നൊരു വാക്കായതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് എടുത്തിട്ടത്. ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇതിനെ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുക. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ തുടക്കത്തിൽ ഉണ്ടാവുന്ന എംബ്രിയോണിക് സ്റ്റേജിൽ ഉണ്ടാവുന്ന സ്ത്രീ ശരീരത്തിൽ ഓവറിയിൽ ഉണ്ടാവുന്ന ഈ ബബിൾ ലൈക്ക് സ്ട്രക്ചറിനെയാണ് ഊഗോണിയ എന്ന് പറയുന്നത്. അതായത് പ്രൈമറി ഫോളിക്കിൾസ്. ഈ പ്രൈമറി ഫോളിക്കിൾസ് കുറച്ച് കഴിയുമ്പോൾ എന്താവും? സെക്കൻഡറി ആയിട്ട് മാറും. ജനിച്ചു കഴിഞ്ഞ് മെനാർക്കിന് ശേഷം കേട്ടോ, മെൻസ്ട്രേഷന് ശേഷം സെക്കൻഡറി ആവും. സെക്കൻഡറി കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തായി മാറും? ടെർഷറി ആവും. ടെർഷറി റെഡി ഫോർ ഓവുലേഷൻ ആണ്. ആ ടെർഷറി മെച്ചർ ആവുമ്പോൾ അതിന്റെ പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. എന്താ പറയാ? മെച്ചർ ഫോളിക്കിൾ ഈസ് നോൺ ആസ്. ഇപ്പോൾ ഓവറിക്കുള്ളിൽ കാണുന്ന ഈ മെച്ചർ ഫോളിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയാ. ഈ ചെറുതിനെയാണ് പ്രൈമറി. അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യും, സെക്കൻഡറി ആവും. കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യും, ടെർഷറി ആവും. അത് റെഡി ആവുമ്പോൾ എന്താ പറയാ? മെച്ചർ ആകുമ്പോൾ അതിന് എന്ത് പറയും? നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയും. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവം പുറത്തു വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുക. അപ്പൊ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാവണം. ആ ഓവുലേഷൻ സമയത്ത് ഗ്രാഫിയൻ ഫോളിക്കിളാണ് എന്താവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ആദ്യം ജനിക്കുന്നതിന്റെ മുമ്പേ എംബ്രിയോണിക് സ്റ്റേജിൽ ഉണ്ടാവുന്നത് ഊഗോണിയയാണ്.
ഈ ഊഗോണിയ ദാറ്റ് ഈസ് എ പ്രൈമറി ഫോളിക്കൽസ്, അതൊരു ബബിൾ ലൈക്ക് സ്ട്രക്ചറാണ്, കുമിള പോലെ. അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, മെനാർക്കൊക്കെ എത്തുമ്പോൾ ആദ്യത്തെ മെൻസ്ട്രേഷൻ ആകുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് സെക്കൻഡറി ആവും. സെക്കൻഡറി ഡെവലപ്പ് ചെയ്തിട്ട് ടെർഷറി ആവും. ടെർഷറി ഡെവലപ്പ് ചെയ്തിട്ട് അത് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന മെച്ചർ ഫോളിക്കിൾ ആവും. ആ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുമ്പോഴാണ് അതിൻ്റെ അകത്തുനിന്ന് ഓവം പുറത്തു വരിക. ആ ഓവം പുറത്തു വരുന്ന പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഓവറി എന്ന ഭാഗത്തിന് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഏതൊക്കെയാണ് ഡക്റ്റ് സിസ്റ്റം എന്നാണ്.